عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وحفظا وعملا وإيمانا كاملا. رب تمم بالخير والسعادة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا. بسم الله الرحمن الرحيم. وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعوهن سعيا يدعونك ബഹുമാനികളെ, നസീഹ ക്ലാസ് റൂമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ 10-20-21 ദിവസമായിട്ട് ട്രസ്റ്റ് അതിൽ തന്നെയാണ്, വീട്ടിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കുമുള്ള എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണ ശിഫ അല്ലാഹു നൽകട്ടെ. വന്ന രോഗങ്ങളെ അതിൽ നിന്നും മുക്തത ഉണ്ടായി ആരോഗ്യം നിലനിൽക്കുന്ന കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ സുദീർഘമായി അല്ലെങ്കിൽ വിശാലമായിട്ട് പറയാവുന്ന ഒരവസ്ഥയിലല്ല എങ്കിലും ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ മറ്റുമൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കൽ നമ്മുടെ റൂഹ് നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണല്ലോ. ആ ബാധ്യത നിറവേറ്റുമ്പോൾ അത് വളരെ കുറഞ്ഞ വാക്കുകളിൽ ആണെങ്കിൽ അതിനൊരു ഫലം നമുക്ക് ലഭിക്കും എന്നതാണ് അതിൻ്റെ വസ്തുത. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ ഫലവത്തായ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുത്തഖീങ്ങൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് മുഹറം മാസത്തിൻ്റെ തുടക്കമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു ആയുസ് നമുക്കേവർക്കും വർദ്ധിക്കുകയാണ്. ഒരായുസിൻ്റെ വർധനവ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു കണക്ക് നമ്മൾ ഏറ്റെടുത്ത് അതിൻ്റെ വിശകലനം നടത്തി അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യണമെന്ന് തീരുമാനമെടുക്കേണ്ടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഒരു കച്ചവടമാണെങ്കിൽ അതിൻ്റെ കണക്ക് നോക്കിയിട്ട് അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. മറ്റുള്ള ബാധ്യതകളാണെങ്കിൽ അത് കണക്ക് വെച്ച് കൊടുക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ ശാരീരികമായ നമ്മുടെ ഹുഖൂഖുൽ ആദമി, മനുഷ്യരോടുള്ള കടമകൾ, ഹുഖൂഖുൽ അല്ലാഹുവിലുള്ള ബാധ്യതകൾ, ഇത് നോക്കിയിട്ട് അതിനെ എവിടെയാണ് കുറവ് വന്നത് എന്നത് കണ്ടുപിടിച്ചിട്ട് അത് നികത്താവുന്ന സമയമാണ് നമുക്കിപ്പോൾ കിട്ടിയ ഈ ആയുസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്നത് സത്യമാണ്. ഒന്നത്. പിന്നെ മുഹറം മാസത്തിൻ്റെ ചിന്തകൾ, മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകൾ അത് എണ്ണിയാൽ പറഞ്ഞാൽ തീരുന്നതല്ല. കഴിഞ്ഞകാല വർഷങ്ങളിൽ 18-19 വരുന്ന വർഷമായിട്ട് നമ്മൾ അതേക്കുറിച്ച് പറയാറുണ്ടതുള്ളൂ കൊണ്ട് അതിൻ്റെയൊക്കെ ക്ലിപ്പുകൾ അവിടെ ഒക്കെ കിടപ്പുണ്ടാവും. അതൊക്കെ നമുക്കെടുത്ത് നോക്കി കേട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. ഒന്നും കൂടി ഒരു ഉത്തേജന നമുക്കുണ്ടാക്കാം. പുതിയ പുതിയ കാര്യങ്ങളും കൂടി പറയാൻ നമ്മളെടുക്കൽ സമയം ഇല്ലാത്തത് കൊണ്ടല്ല, ഇപ്പോഴത്തെ അവസ്ഥ നമ്മെ അതിന് വേണ്ടതുപോലെ അനുവദിക്കാത്തത് കൊണ്ടാണെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മുഹറം മാസത്തിൻ്റെ ആ ഒരു പരിവേഷം ആ നിലക്ക് പോകുമ്പോൾ പ്രത്യേകം ഇന്നലത്തെ ദിവസം സമസ്ത സ്ഥാപക ദിനമായി ആചരിക്കപ്പെട്ട ദിവസമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടി, നമുക്കൊരു വിജയം കിട്ടാൻ വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ആഖിറത്തിൽ നമുക്കൊരു സ്ഥാനമാനം എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ഈ സത്യസരണിയായ ഈ പാതയിൽ ഉറച്ചു നിൽക്കൽ കൊണ്ട് തന്നെ എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റു പലതും ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ അതിനെ നന്നാക്കിയെടുക്കേണ്ടതായിട്ടുണ്ടാവും. പക്ഷെ ആ വിഷയങ്ങളൊന്നും മഹത്തായ ഈ സത്യസരണിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അത് ഉറപ്പാണ്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ചല്ലോ, വൈദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത എന്ന്.
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയാണ്, ഇപ്പോൾ അള്ളാഹുവെ എനിക്ക് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എനിക്കൊന്ന് നേരെ കണ്ടിഷ്ടിയാ കാണണമെന്നാണ് പറഞ്ഞത്. അള്ളാഹു അപ്പോൾ ചോദിക്കുന്നുണ്ട്, കാല അവലം തൂമിൻ, എന്താ എനിക്ക് വിശ്വാസമായിട്ടില്ലേ? അപ്പോൾ എനിക്ക് വിശ്വാസമാവാത്തത് കൊണ്ടല്ല, എനിക്കെൻ്റെ മനസ്സുറപ്പൊന്ന് ഒന്നും കൂടി ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ പറഞ്ഞു, 4 പക്ഷികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ പക്ഷികളെ കറുത്തിട്ട് അവകളെ കഷ്ണമാക്കിയിട്ട് 4 മലകളുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫദൂഹുന്ന യഅ്തീനക സഅയ എന്നാണ് പിന്നെ പറഞ്ഞത്. എന്നിട്ട് അവറ്റങ്ങളെ ഇങ്ങോട്ട് വിളിക്കുക, അപ്പോൾ അവറ്റ ഉളരി നല്ല വേഗത്തിൽ നിൻ്റെ അടുക്കിലേക്ക്, നിങ്ങളുടെ അടുക്കിലേക്ക് അവറ്റ് വരുന്നത് കാണാമെന്ന് പറഞ്ഞു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ആ ഖുർആനിക ആയത്തിലൂടെ നസ്സായിട്ട് നമുക്കറിയാമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പാഠമുണ്ട്. ഈ പറഞ്ഞ ആയത്തുകളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളും മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായ പണ്ഡിതന്മാർക്ക് അള്ളാഹു കറാമത്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു വലിയ അടിസ്ഥാന യോഗ്യത നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അചീയരായ ആദ്യകാല പണ്ഡിതന്മാരൊക്കെയും ആരാണ്? ഈ കറാമത്തിൻ്റെ അഹലുകാരായിരുന്നു എന്ന് നമുക്കറിയാം. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അവരുടെ ചരിത്രം വിശാലമാണ്, പറഞ്ഞാൽ തീരൂല. അത്രക്കുമേൽ അവരെക്കുറിച്ചിട്ട് നമ്മൾ ഓർത്തിട്ടുണ്ട്. ഞാൻ ചില കറാമത്തുകൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവരുടെ അവസാന സമയം അടുത്തെത്തുന്ന ഒരു സമയത്ത് അവരൊരു പ്രഭാഷണം നടത്തിയെന്നാണ്. അതിൽ ഏകദേശം 100 ഒരു മണിക്കൂറോളം, അങ്ങനെയാണ്, മണിക്കൂറോളം പ്രാർത്ഥന നടത്തി എന്നാണ് ചരിത്ര സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മഹാനായ പ്രമുഖകളുടെ ജംഇയ്യത്തുൽ ഉലമായുടെ അചീയനായ സെക്രട്ടറി ആയിരുന്ന മഹാനായ ശംസുൽ ഉലമയിൽ നിന്നും നക്കലായിട്ട് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അങ്ങനെ അവർ വലിയ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ നസീഹ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത്രമേൽ ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്, ആ കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരു മുഅ്മിൻ ഇല്ലാതിരിക്കൂലല്ലോ, അപ്പോൾ ആ മുഅ്മിനിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമല്ലോ എന്ന്. അപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് അതിന് അങ്ങനെ ആരായിരിക്കുമെന്ന് ചോദിച്ചു എന്നാണ്. ആ സമയത്ത് അവർ പറഞ്ഞു, ഇക്കൂട്ടത്തിൽ ഇന്ന് ഹറമിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ച ആൾ ഈ കൂട്ടത്തിലുണ്ട്, ആ ആൾ എഴുന്നേറ്റ് നിൽക്കട്ടെ എന്നാണ്. അങ്ങനെ മഹാനവറുകളുടെ ആജ്ഞപ്രകാരം സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, അതെ ഞാൻ നിസ്കരിച്ചു തങ്ങളുടെ കൂടെ എന്നാണ് പറഞ്ഞു. ഇപ്പോൾ സംഭവം എന്തായി? ആ വ്യക്തത അവിടെ വന്നു. അത്രയ്ക്കും വലിയ മഹത്തുക്കളായ ആരിഫ്യങ്ങളാണ് അവർ എന്നതാണ് അതിൻ്റെ സത്യം. അവരാണ് ഈ സത്യസരണിയായ പാതയെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുതരുന്നത്. ആ സമയത്ത് അന്നത്തെ ആ ഒരു കൂട്ടായ്മയിൽ വളരെ പ്രായം കുറഞ്ഞ ആളായിട്ട് ഉള്ളത് മഹാനായ കണ്ണിയത്ത് ഉസ്താദായിരുന്നു എന്നാണ്. കണ്ണിയത്ത് ഉസ്താദ് 40ാമത്തെ അംഗമായിരുന്നു എന്നും പറയുന്നു. അവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, അള്ളാഹുവേ ഈ കൂട്ടായ്മ ഇങ്ങനെ നിലനിന്ന് വരികയും മഹാനായ മഹദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇവിടെ വരുമ്പോൾ അവരുടെ പിന്നിലും കൂടി അണിനിരക്കാൻ പറ്റിയ ഒരു കൂട്ടമായിട്ട് ഞങ്ങളെ എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ കഴിയും, വളരെയധികം സത്യമാണ്, സത്യസരണിയാണ് ഈ ഒരു മാറ്റങ്ങൾ. അതിൽ വരുന്ന ആളുകളും അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളുടെയും ചർച്ചകളോ മറ്റോ വരുമ്പോൾ അതിൽ നിൽക്കാൻ പറ്റാത്തവരൊക്കെ പുറത്താവും, പറ്റുന്നവരകത്താവും. ഇതൊക്കെ അതിൻ്റെ സ്വഭാവം മാത്രമാണ്. നമ്മൾ അതിനെ വിശകലനം ചെയ്യുകയല്ല വേണ്ടത്. ആ വഴി കാണിച്ചു തന്ന മഹത്തുക്കളായ ആളുകളുടെ പാതയിലൂടെ സഞ്ചരിക്കാനുണ്ടാകുന്ന ഒരു അസ്മും ഒരു നീയത്തും ഒരു ഹിമ്മത്തും നമുക്കുണ്ടാവുക. അതിൻ്റെ പേരിൽ നമുക്ക് പരാജയങ്ങളൊന്നും വരില്ല. എന്നാൽ കാഴ്ചക്കാരുടെ മുമ്പിൽ ചില അപജയങ്ങളോ മറ്റോ ഒക്കെ തോന്നിയേക്കാം, പക്ഷേ ആത്മീയമായി ഒരു ശക്തി നമുക്കെല്ലാവർക്കും കിട്ടും എന്നുള്ളത് അതിൻ്റെ സത്യമാണ്. അതുകൊണ്ട് ഇന്നലെ ആ സ്ഥാപക ദിനമായിരുന്നു, 1924 രൂപീകൃതമായത്. അതിന് മുമ്പ് ഐക്യസംഘമായിരുന്നു. അവർ ശരീരത്തിന് വിരുദ്ധമായ ആശയാദർശങ്ങൾ കൊണ്ടുവന്നപ്പോൾ അപ്പോഴാണ് ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മക്ക് അവർ മുൻകൈയെടുത്തത്. എന്നല്ലാതെ നമ്മൾ
ആദ്യമായിട്ട് തന്നെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൂട്ട് കൊണ്ടുവരിക എന്നുള്ള ചിന്തയല്ല. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, എല്ലാവരും ആ ഒരൊറ്റ ആശയത്തിൽ ഉറച്ചു നിൽക്കുക എന്ന ചിന്ത തന്നെയായിരുന്നു ഈ പറയപ്പെട്ട മഹത്തുക്കൾക്കുണ്ടായിരുന്നത്. പക്ഷെ അതിന് വിഘ്നമുണ്ടാക്കുന്ന സംഗതികൾ വന്നപ്പോൾ അതിനെ ക്ലിയർ ചെയ്തു എന്ന സത്യമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ശോഭയും അതിൻ്റെ പരപ്പും ഇന്നും സമൂഹത്തിന് മുമ്പിൽ വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ സത്യസരണിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുത്തഖീങ്ങൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകം നിങ്ങളോടൊക്കെ ഉണർത്താനുള്ളത്, ഞാൻ ഈ ഒരു സമയത്ത് കൂടുതൽ വാക്കുകളെ കൊണ്ട് വരുന്നില്ല. അതിനെ പറ്റിയ സാഹചര്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഡയാലിസൊക്കെ ചെയ്തിരുന്നൊരു സമയമാണ്, അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ എളുപ്പത്തിൽ തന്നെ അതിന് പറ്റിയ മറ്റൊരു മാർഗം, അതിൻ്റെ മാറ്റിവെപ്പ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു വഴിയിലേക്ക് നമുക്ക് ഒരു വഴി തെളിയിച്ച് തരട്ടെ. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ എന്നുള്ള ഒരു വസിയത്താണ് ഇപ്പോഴുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന അഡ്മിൻസ്, ഇന്നിപ്പോൾ ഇവിടെ ലൈവിന് വന്നിട്ട് നമ്മളെ സമസ്ത ഇൻഫോം ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്ന അഷ്റഫാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുഹൃത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഖൈർ ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലെ സീനിയർ അഡ്മിന്മാരായ ആമിർ ഖയും, അതുപോലെ വളരെ എല്ലാ സമയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന നമ്മൾ ഷിഹാബ് സാഹിബുണ്ട്, അതുപോലെ റസാഖ് സാഹിബുണ്ട്, റഫീഖുണ്ട്, അങ്ങനെ ഉണ്ടാവുന്ന പലവരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്മിന്മാർക്കും അതുപോലെ തന്നെ നമ്മളെ ഫീമെയിൽ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നവരായിട്ടുള്ളവരുടെ പേര് പറയുന്നില്ല. അല്ലാഹു അവർക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഖൈറും ബർക്കത്തും റാഹത്തും സലാമത്തും നൽകട്ടെ. നമ്മയും അവരെയും അല്ലാഹുവിൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതിനും അപ്പുറമാണ് ഗ്രൂപ്പിൽ നിറസാന്നിധ്യങ്ങളായി നിൽക്കുന്ന പണ്ഡിതന്മാരുണ്ട്. പ്രത്യേകം ഞാൻ ഓർക്കുന്നു, അഹ്ലു ബൈത്തുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഖൈറും റാഹത്തും സലാമത്തും നൽകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഉപ്പാര്, ഉമ്മാര്, വല്ലുമാർ, അല്ലാഹു അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പ്രത്യേകം എൻ്റെ ഉപ്പ, എൻ്റെ ഉസ്താദ്, അവരുടെ ആണ്ടൊക്കെ വരികയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ റാഹത്തായിട്ട് നടത്തണം. നിങ്ങളൊക്കെ അതിൽ ഖത്മുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് കാണുന്നുണ്ട്. അല്ലാഹു കൂടുതൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അവരുടെ പഠനങ്ങളിൽ പുരോഗതി പ്രദാനം ചെയ്യട്ടെ. നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഇവിടുന്ന് വിട പറയുന്ന സമയത്ത് പേടി ബേജാറ് വെപ്രാളമില്ലാതെ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് യാത്രയാവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വെള്ളിയാഴ്ച ദിവസമാണ്, മഗ്‌രിബിനോട് അടുത്ത സമയമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.